എവ്രിവൺ, ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ. ഗസ്റ്റ് അല്ല, ശരിക്കും ഗോസ്റ്റ് ആണ്. ഞങ്ങളൊക്കെ ഫുള്ള് എന്താ പറയുക, ഈ കക്കാൻ പോണ ആൾക്കാരെ മാതിരി ഫുള്ള് സെറ്റപ്പിലാണ്. കണ്ട തിരിച്ചറിയാത്ത പോലെ ആക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും തണുപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിലും കൂടെ പോകാമെന്ന് പറയുമ്പോഴേ ഒരു 7 o'clock ഒക്കെ ആയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കുറച്ച് തണുപ്പ് കുറവായിരിക്കും, ഇവിടെ ഭയങ്കര തണുപ്പാണ് എന്താണെങ്കിലും. അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് വേണമല്ലോ അങ്ങോട്ട് പോകാനായിട്ട്. എവിടേക്കാന്ന് കാണിക്കാം. ഓക്കെ, കാണാം, നമുക്ക് ആരാ നോക്കാം. ഒരു 1 hour ജേർണി ഉണ്ട് കേട്ടോ. ശംഷാബാദ് എയർപോർട്ടിലേക്കാണ്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഡൊമസ്റ്റിക് അറൈവലാണ് കേട്ടോ. 2 പേര് ഇരിക്കുന്നുണ്ട്. ഇവർ ഉച്ചയ്ക്കൊക്കെ കിടത്തി ഞാൻ സെറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് വലിയ ടെൻഷനില്ല എനിക്ക്. ഇനിയിപ്പോൾ എന്താണെങ്കിൽ ഉറക്കണ്ടാവില്ല, അത്രയ്ക്ക് ഉറക്കി തീർത്തിട്ടുണ്ട്. ഞങ്ങൾ തണുത്ത് വിറച്ചിട്ടിരിക്കുകയാണ് മക്കൾ. എന്ത് തണുപ്പാന്നറിയാം, അടിപൊളി തണുപ്പാ അവിടെ. ഞങ്ങൾ എത്തിയില്ല, ഒന്ന് ആൾട്ട് അടിച്ചതാണ് ഇവിടെ. തണുത്തിട്ടൊരു നിവർത്തി. അപ്പോഴേക്കും കുഞ്ഞൊരു പട്ടിക്കുട്ടീനെ അവിടെ കണ്ടുപിടിച്ച് അതിൻ്റെ പിന്നാലെയാണ്. ഇറങ്ങിയിട്ടുള്ളൂ വണ്ടിയിൽ നിന്ന്. എല്ലാവരും ഫ്രീസായി, കാലും കൈയൊക്കെ ഇങ്ങനെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വന്നിരുന്നൊന്ന് സെറ്റായിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. 2 വീലർ നിർത്തിയിട്ട് അവിടെ നിങ്ങോട്ട് ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. പുഷ് പുട്ട് സെർവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആക്ച്വലി 2 ദിവസത്തെ ഉള്ളൂ. എന്താണെങ്കിൽ നമ്മളിന്ന് പോയത് നന്നായി, പക്ഷേ അധികമൊന്നും കാണാനില്ല. ഈ ഒരു എയർപ്ലെയിൻ മാത്രമാണ് ഭയങ്കരമായിട്ട് വരുന്നത്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫ്ലവർ അവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്, പക്ഷെ എന്നാലും ചെറിയൊരു സ്ഥലത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവൾ ഇറങ്ങിയിട്ട് എല്ലാവരും കൂടെ പോയി കാണാമെന്ന് വിചാരിക്കുക ചെയ്യണത്. പെട്ടെന്ന് വരും എന്ന് തോന്നുന്നു. ഇപ്പം 8:45 ആയിട്ടുണ്ട്. അപ്പം 9 o'clock ആയപ്പോഴേക്കും എത്തി എന്നാണ് പറഞ്ഞത്. ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ എത്തുമായിരിക്കും. ആ സമയം ഞങ്ങളൊന്ന് ഇവിടേക്കൊന്ന് നടന്ന് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ശംഷാബാദ് എയർപോർട്ടിൽ വരുന്നത്. ഇതിൻ്റെ മുന്നിൽ കൂടെ ഒരു 2-3 വട്ടം പോയിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ ഷോ ഒന്നുമല്ല. ഇതിൻ്റെ മുന്നിൽ വരുന്ന ആ ഒരു എൻട്രൻസിലേക്ക് വരുന്ന ഒരു 5 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ടു കിടക്കാണ് കേട്ടോ ഈ ഒരു ചെടികളൊക്കെ. അത് ഭംഗിയായിട്ട്, നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കാം, നമുക്ക് എന്താണെങ്കിലും ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ആക്ച്വലി ഈ ഫൗണ്ടൻ സെറ്റപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതവർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ ആക്ച്വലി വോയിസ് കൊടുത്തിരുന്നു, പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര ഒരു ചിലപ്പായിരുന്നു കേട്ടോ. എനിക്ക് മൈക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നത് കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയണതും, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ലൈറ്റിംഗ് ആണ്. അതിന് മേലെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ലൈറ്റിംഗ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. വലിയതാണ്, പക്ഷെ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് കാണുന്നില്ല. അമ്മും ചാരുനും ക്ഷമേൻ്റെ നെല്ലിപ്പലക കണ്ടു തുടങ്ങി കേട്ടോ. ഒരുവിധം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ എന്തോ ബെൽറ്റ് എന്തോ ഡാമേജോ എന്തോ പ്രശ്നമില്ലാത്തതുകൊണ്ട് ബാഗേജ് വരാനായിട്ട് എത്രയോ സമയം എടുത്തു. അവിടെ നിന്ന് മടുത്ത് ഇവർ അവസാനം ചാരു പോവാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പം ഏകദേശം കയറി നിൽക്കാൻ തുടങ്ങി. നമ്മൾ വരുന്നത് കണ്ടപ്പോഴേക്കും സമാധാനമായി. പിടിച്ച് കണ്ടുപിടിച്ചു. നമ്മളൊരു 8 മാസത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ കണ്ടിട്ട്. കഴിഞ്ഞ മെയ്യിൽ കണ്ടതാണ്. പിന്നെ വന്നിട്ട് അവൾ നാട്ടിൽ 2 വട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് നാട്ടിലേക്ക് പോകാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നാട്ടിൽ പോയ സമയത്ത് അവൾ വന്നിട്ടില്ല. സാധാരണ ഒരു 2-3 മാസത്തെ ഗ്യാപ്പൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ വീഡിയോ കോൾ നടക്കുന്നുണ്ട്. വീഡിയോ കോളിലൊക്കെ കാണുമ്പോൾ ചാരുമോള് കണ്ടു പെട്ടെന്ന് ഷോക്കായിപ്പോയി. അവ പിന്നെ കുറച്ചുകൂടെ വലുതല്ലേ, അപ്പോൾ അവൾ പെട്ടെന്ന് എക്സ്പ്രസ് ഒക്കെ ചെയ്തു. ചാരു കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിന്നിട്ട്. ഇവൾ യൂണിഫോമിൽ തന്നെയാണ് കേട്ടോ. കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആയിപ്പോയി. അപ്പം ടിക്കറ്റ് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ നിന്നതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ കയറി പോരേണ്ടി വന്നു. മാറ്റാനൊന്നും സമയം കിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും അഹങ്കരിക്കാം. ഞാനും അതിനൊരു കാരണമാണെന്നുള്ളത് കൊണ്ട് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ? ഫുള്ള്
സെർച്ചിങ് എന്തൊക്കെയാണ് ഏതൊക്കെയാണുള്ളത് പിന്നെ നമ്മൾ ആ ഫ്ലവർ ഷോ ഒന്ന് കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ഒന്നുള്ളൂ, അവൾ വന്നിട്ടൊന്നുള്ളിൽ കയറി കാണാം. കുറച്ച് ലേറ്റായി. എന്തോ ഒന്ന് ജസ്റ്റ് അത് വെറുതെ കയറി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു, വീഡിയോസ് ഒന്ന് എടുത്തു. അത് കണ്ട് പിന്നെ അവിടെ നമ്മൾ പറന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത്, ചെറിയൊരു സ്ഥലത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലവേഴ്സും ഈ ഒരു ഫ്ലവർ ഷോയും ഒന്നുമല്ല ഇതിൻ്റെ പുറത്തത്തെ ആ ഒരു റോഡിലെ ഒരു എൻട്രൻസ് എന്നല്ല ശരിക്കും പറയണത്. എയർപോർട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ മെയിൻ ഒരു ബാംഗ്ലൂർ ഹൈവേന്ന് ഇങ്ങോട്ട് വരുന്നത് മുതലുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു ഇതിൻ്റെ ഒരു 10 മടങ്ങ് അല്ലെങ്കിൽ 20 മടങ്ങ് എക്സ്ട്രാ ആയിട്ടുള്ളത് ഒരു ഫ്ലവർ ഷോ ആയിട്ട് നമുക്ക് കാണാനുണ്ട് ആ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ആൾ വന്നിട്ട്, എൻ്റെ അനിയത്തിയാണ്. ഞാൻ പറയില്ലേ ലിപ്സ്റ്റിക്കിൻ്റെയും ഒക്കെ ഇങ്ങനെ ഞാൻ എടുത്ത് ഉപയോഗിക്കുന്ന ആള്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി. ആൾ എത്തി ബാഗേജ് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായി. അവൾ വരണത് ബാംഗ്ലൂരിൽ നിന്നാണെന്നും പറഞ്ഞു കാര്യമില്ല, ബാഗ് കിട്ടി എത്തിപ്പെടണമല്ലോ എന്താണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ഇനി 2-3 ദിവസത്തെ വീഡിയോയിലൊക്കെ ഇവൾ കാണും. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. ടിൽ ദ നെക്സ്റ്റ് വീഡിയോയുടെ റിവ്യൂ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ.